ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് സെൽഫ് സ്റ്റാർട്ട് വർക്ക് ചെയ്യാനുള്ളതാണ് കംപ്ലയിൻറ്റ്. സെൽഫ് ചെക്കപ്പ്, ബ്രേക്ക് ചെക്കപ്പ്, ജനറലായിട്ട് സർവീസ്, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. വാഷിങ്ങിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ബാറ്ററിയുടെയാണ് കംപ്ലയിൻറ്റ്. സെൽഫ് എടുക്കാനാണ് ബുദ്ധിമുട്ട്, കിക്കറിലൊക്കെ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ ഇതും ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2023 ബാറ്ററിയാണ് ഇതും ഇരിക്കുന്ന ബാറ്ററി കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. നിലവിൽ വോൾട്ട് നോക്കുമ്പോൾ 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡിലേക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 5.12 ആണ്. അപ്പോൾ 8.5 വോൾട്ട് താഴേക്ക് വന്ന ബാറ്ററി മാറ്റി പുതിയത് വെക്കണം. ആ സ്ഥാനത്താണ് നമുക്ക് 5 വോൾട്ട് തന്നെ കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററി നമുക്ക് ചാർജിലിട്ടാൽ പോലും കിട്ടാത്തൊരു കണ്ടീഷനാണ്. ബാറ്ററി മാറ്റി പുതിയത് വെച്ചാലാണ് സെൽഫ് സ്റ്റാർട്ട് റെഡി ആവുള്ളൂ. അപ്പോൾ അതുകൂടാതെ നമുക്ക് ജനറലായിട്ട് സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞതും പ്രകാരം നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ചെക്ക് ചെയ്യും. അതിൻ്റെ കംപ്ലയിൻസ് ഉള്ള ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തും. ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വിടും കേട്ടോ. അതനുസരിച്ചിട്ടുള്ള വർക്കിനാണ് ഇപ്പോൾ കയറ്റിയേക്കണത്. നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനും ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നിലവിൽ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. കുറേ കൂടി തീരാനുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം ഉപയോഗിച്ച് തീർന്നിട്ട് മാറ്റിയാൽ മതി. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഈ സൈഡൊക്കെ കുറച്ച് തുരുമ്പ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്ക് വീല് ഈ ഒരു ഷാഫ്റ്റിൻ്റെയാണ് ബാക്ക് വീല് പിടിപ്പിക്കുക, അത് വർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ഗിയർ ബോക്സിൽ എഞ്ചിൻ ഓയിൽ വേറെ, ഗിയർ ബോക്സിൻ്റെ ഓയിൽ വേറെ, അങ്ങനെ 2 ടൈപ്പ് ഓയിലാണ് നമുക്ക് ഇതിനകത്ത് വരാം. അപ്പോൾ ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ ഒരു ആരംഭമൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ബെയറിങ്ങിന് കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് നമുക്ക് തൽക്കാലം ചെയ്യേണ്ടത് അങ്ങനെ തന്നെ പോകാം. പക്ഷേ ഒരു ഓയിൽ ലീക്കിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ട് നിലവിൽ, അത് അറിഞ്ഞിരിക്കുക കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഗിയർ ബോക്സ് അഴിച്ച് ഓയിലിൻ്റെ കേസ് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഒരു 1000 തുടങ്ങി 1150 രൂപ അടുത്ത് നമുക്ക് ചിലവ് തന്നെ കേസാണത്. തൽക്കാലം ബെയറിങ്ങിന് കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. ഗിയർ ഓയിലൊക്കെ നമ്മൾ നോക്കി ലെവൽ കറക്റ്റ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് കഴിച്ചാണ്. അപ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ ക്ലച്ച് ഗ്രീസിങ് നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെയ്യുന്നുണ്ട്. അത് ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിങ് കൂടി ഉള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് അഴിച്ചാനാണ്. അപ്പോൾ നമ്മൾ ആ ഭാഗം കൂടി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. നിലവിൽ നമുക്ക് ഈ ഭാഗത്ത് നോക്കുമ്പോൾ വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിവിടെ 2 ഷാഫ്റ്റുകൾ, ഒന്ന് ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്, ഒന്ന് ക്ലച്ച് ഷാഫ്റ്റ് ഉണ്ട്. രണ്ടിനും ഓയിൽ സീൽ നമ്മൾ നോക്കി, വേറെ കംപ്ലയിൻറ്റോ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റും ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനിയുടെ ബെൽറ്റ് തന്നെയാണ്. ഹോണ്ട ബാൻഡോ എന്ന് പറഞ്ഞ ബെൽറ്റ് തന്നെയാണ് കിടക്കണേ. നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ ഡാമേജോ പൊട്ടലോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, ഇതൊക്കെ ക്ലച്ചിൻ്റെ ഓരോ പാർട്സുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. അതിന് ഈ തന്നെ ഒരു ബുഷ് നമുക്ക് ചേഞ്ച് ചെയ്ത് തരാം. പീസ് സ്ലൈഡ് എന്ന് പറയും. ഇതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. അത് പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ചാണ്, ഒരു ബുഷാണ് അതിൻ്റെ ഉള്ളിൽ വരാം, ഒരു സെപ്പറേറ്ററാണത്. അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. പിന്നെ ക്ലച്ച് യൂണിറ്റ് ആയാലും ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടും. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഇവിടെ ചെറിയ ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹെഡ് കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കവർ ഗ്യാസ്കറ്റും അതിൻ്റെ ഉള്ളിൽ വന്ന 2 റബ്ബറുകളുണ്ട്, മൗണ്ട് റബ്ബർ, അതും ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്തു, ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെക്ക് ചെയ്തു, രണ്ടും കുഴപ്പമൊന്നുമില്ല. ചോക്ക് കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ലൂബ് ചെയ്തിട്ടേക്കാം, ലൂബ്രിക്കേഷനൊക്കെ കൊടുത്ത് റീസെറ്റ് ആക്കാം. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളൊന്നുമില്ല നിലവിൽ. ഓവർഫ്ലോ, മിസ്സിങ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഒന്നും നിലവിൽ നമുക്കിപ്പോൾ ഓടിക്കുമ്പോൾ കാണുന്നില്ല. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചത് നമുക്ക് സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ്, കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് അല്ല. കാർബറേറ്ററിൻ്റെ കേസ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കാർബറേറ്റർ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ എന്ന് പറഞ്ഞാൽ E20 എന്ന് പറയുന്ന പെട്രോളാണ്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എല്ലാ വണ്ടികളും, ഒട്ടുമിക്ക വണ്ടികളും മെയിൻ്റനൻസും വന്ന വണ്ടികൾ കാർബറേറ്റർ ഇഷ്യൂ ആയിട്ടാണ് മെയിനായിട്ട് വരാം. അതായത് മിസ്സിങ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, ഓവർഫ്ലോ, അങ്ങനെ പല റീസണായിട്ടാണ് വരാം. നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ നിലവിൽ കംപ്ലയിൻ്റ് ഇല്ല. കാർബറേറ്റർ അതുകൊണ്ട് നമ്മൾ തൽക്കാലം അഴിക്കുന്നില്ല. ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല. നമ്മളിപ്പോൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യണമെങ്കിൽ അഡീഷണൽ പേയ്മെൻറ്റ് നടത്തി നമ്മൾ ചെയ്യേണ്ട കേസാണ്. ചുരുങ്ങിയത് നമുക്കൊരു 500-550 രൂപ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ചിലവ് വരും. അതിന് വേറെ എന്തെങ്കിലും അഡീഷണൽ മാറ്റേണ്ടി വന്നാൽ അതിൻ്റേതായുള്ളത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളില്ല. പിന്നെ ഇപ്പോഴത്തെ സ്റ്റേജിൽ നമ്മളിപ്പോൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടണമെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരും എന്നുള്ളൊരു പേടി നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബറേറ്റർ ഇപ്പോൾ നമ്മൾ തൽക്കാലം തൊടുന്നില്ല, അത് ഈ രീതിയിൽ പോട്ടെ. കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കാം. ഇപ്പോൾ ഈ കാറ്റഗറിയിലൊക്കെ വന്ന വണ്ടികൾ, ഒട്ടുമിക്ക വണ്ടികളും കംപ്ലയിൻ്റ് ആയി. അതിൻ്റെ ലക്ഷണം എന്ന് വെച്ചാൽ നമുക്ക് വണ്ടി ഉപയോഗിക്കാതെ കുറച്ച് ദിവസങ്ങളൊക്കെ ഉപയോഗിക്കാണ്ട് വെച്ചാൽ ഓൾറെഡി കംപ്ലയിൻറ്റ് വരും. ഈ വണ്ടിക്ക് ഓട്ടം വളരെ കുറവാണ് ഇപ്പോൾ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ് കേട്ടോ, ഓർത്ത് വെച്ചേക്കാം.
കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇത്രയും എടുത്ത് പറയേണ്ട കാരണം എന്ന് വെച്ചാൽ ഒട്ടുമിക്ക വണ്ടിയും കംപ്ലയിൻ്റ് ആണ്. നമ്മൾ ജനറൽ സർവീസ് ചെയ്യുമ്പോൾ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കേസ്. കാരണം വലിയ താമസിച്ചാണ്ടൊക്കെ നമുക്ക് ഓവർഫ്ലോ മിസ്സിങ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ടൊക്കെ വരും, കാർബറേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആയിട്ട്. അപ്പോൾ ഈ പറഞ്ഞ രീതിയുടെ നമ്മളതൊന്ന് ഓർമ്മയിൽ വെച്ചായിരുന്നാൽ മതി. പിന്നെ ഇതിൻ്റെ സീറ്റ് അടയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഹെൽമെറ്റൊക്കെ വെക്കുന്ന ബോക്സ് ഉണ്ടല്ലോ, അത് ഉള്ളിൽ മൊത്തം പൊട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് കണ്ടിരുന്നു. അപ്പോൾ അത് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയാം, നമുക്കതനുസരിച്ച് വേണമെങ്കിൽ ഓർഡർ കൊടുത്ത് വരുത്തി അത് മാറ്റിക്കളയാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകൾ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓവലായിട്ടുണ്ട്, അതായത് ഫ്രണ്ട് ഷോക്കിൻ്റെ ബുഷ്. അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. ലിങ്ക് ബുഷ് നമുക്ക് തൽക്കാലം കോളർ മാത്രം മാറ്റി നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. അതിനേക്കാളും ഉപരി നമുക്ക് ഹാൻഡിലിൻ്റെ സെൻറ്ററിൽ ഒരു ബെയറിംഗ് ഉണ്ട്, കോൺസെപ്റ്റ് എന്ന് പറയും. അത് നിലവിൽ അത്യാവശ്യം ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അത് രണ്ട് രീതിയിലാണ് ചെയ്യാൻ പറ്റുക. ഒന്ന്, നിലവിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെയറിംഗ് ആയതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം വേണമെങ്കിൽ. പക്ഷേ അതിൻ്റെ ഒരു ലക്ഷണം കണ്ടിട്ട് അത് ചെറിയൊരു ടൈറ്റ് നിലവിൽ ഹാൻഡിലിന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കംപ്ലയിൻ്റ് മാറ്റേണ്ടി വരാനുള്ള സാധ്യത 90%. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഹാൻഡിൽ ടൈറ്റ് നമുക്ക് വണ്ടി പാളി പോകുന്നത് പോലെ ഒരു ഫീൽ വരും ആ ടൈറ്റ് ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ പിന്നെ തൽക്കാലം ഇങ്ങനെ തന്നെ ഓടിക്കണം, ടൈറ്റ് ചെയ്യാതെ കൊണ്ട് ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ചെറിയൊരു ഗട്ടറിലൊക്കെ ചാടുമ്പോൾ വണ്ടി ഫ്രണ്ട് ഭാഗത്തു നിന്ന് ഒരു ഇളകണ പോലത്തെ ഒരു ഫീൽ നമുക്ക് വരും. അതല്ലെങ്കിൽ പിന്നെ അഴിച്ച് കോൺസെപ്റ്റ് മാറ്റി കളയേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റിനകത്ത് കോൺസെപ്റ്റ് മാറ്റുന്നത് അടക്കമുള്ള എസ്റ്റിമേറ്റ് ഇടാം, നിങ്ങൾ നോക്കാം. ഫണ്ടൊക്കെ ഫണ്ട് കൊണ്ടൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ബാറ്ററി ഞാൻ ഈ പറഞ്ഞ പോലെ 2023 ബാറ്ററിയാണ്, ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. സെൽഫ് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന ഈ യൂണിറ്റ് നമ്മൾ മാറ്റി കളയേണ്ടത്. അത് സ്പോഞ്ച് മോഡലാണ്, മൊത്തം പൊടിഞ്ഞു പോയേക്കാണ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടണം. പ്ലഗ് നമ്മൾ കൂട്ടത്തിലഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. പക്ഷേ പ്ലഗ് നല്ല രീതിയിൽ ടൈറ്റാണ്, നല്ലോണം ടൈറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ബലം പിടിച്ച് അഴിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്ലഗിൻ്റെ ഭാഗമൊന്നും ചെയ്യേണ്ട, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷണം സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും വന്ന സമയത്ത് നമുക്കത് അഴിക്കാം. അപ്പോൾ അഴിച്ച് ഒടിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ആ എഞ്ചിനൊക്കെ പുറത്തെടുക്കണം, എന്നിട്ട് വെൽഡ് ചെയ്തിട്ടൊക്കെ അഴിച്ചെടുക്കണം. ഇനി അതങ്ങനെ വെൽഡ് ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലേത്തി കൊടുത്തൊക്കെ അഴിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ തൽക്കാലം അത് ഡിസ്റ്റർബ് ചെയ്യേണ്ട, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചാൽ എപ്പോഴാണോ കാണിക്കണം അപ്പോൾ കാണിച്ചാൽ നമുക്കത് അഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അഴിക്കുന്ന സമയത്ത് ഒടിയാണെങ്കിൽ അപ്പം അത് അറ്റൻഡ് ചെയ്താൽ മതി. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ബോൾട്ടിൻ്റെ വാഷും ഓറിങ്ങും കൂടി നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണം കേട്ടോ. തിങ്കളാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാവിലേക്ക് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യാം. ഓക്കെ.